ഷിനോജ്, യോഗം ഇന്ന് ചേരുമോ എന്നുള്ളതിൽ പോലും സംശയമുണ്ടായിരുന്നു. ഇന്ന് ഒരു യോഗം ചേർന്ന് അല്ലെങ്കിൽ ഓൺലൈനിലായെങ്കിലും യോഗം ചേർന്നാണോ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? ആര്യ, രാവിലെ ഒരു 10-11 മണിയോട് കൂടി ഓൺലൈനായിട്ട് അമ്മ സംഘടന യോഗം ചേർന്നു. ആ യോഗത്തിന് പിന്നാലെയാണ് ഈ കർശനമായ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ അമ്മ സംഘടന എത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ അമ്മ ഓഫീസിന് മുന്നിലാണ്. സാധാരണ അമ്മ യോഗം നടക്കുന്ന സമയത്തൊക്കെ നടന്മാരൊക്കെ സന്തോഷത്തോടെ കയറിപ്പോകുന്ന വഴിയാണിത്. ഈ വഴിയിൽ ഇപ്പോൾ ഒരു താരങ്ങളുമില്ല. ഇത്തരത്തിലൊരു വലിയ കൂട്ടരാജി ഉണ്ടായിട്ട് പോലും അമ്മ ഒരു തലപ്പത്ത് ആളില്ലാതായിട്ട് പോലും അതിൻ്റെ കാര്യം പറയാൻ, ആ കാര്യം വിശദീകരിക്കാൻ ഒരു നടന്മാരെയും നമുക്കിവിടെ കാണാൻ കഴിയില്ല. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ താഴിട്ട് പൂട്ടി അതിൻ്റെ താക്കോൽ സമീപത്തന്നെയുള്ള സെക്യൂരിറ്റി ഓഫീസിൽ നൽകിയിരിക്കുകയാണ്. ഈ കാര്യം വിശദീകരിച്ചുകൊണ്ട് മോഹൻലാൽ നൽകിയ വാർത്താക്കുറിപ്പിൽ അദ്ദേഹം പറയുന്നത് രാജിക്കാര്യം ധാർമ്മികത ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കുന്നു എന്നുള്ള കാര്യമാണ് മോഹൻലാൽ വിശദീകരിച്ചിരിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ തന്നെ വേറെ വഴിയൊന്നുമില്ലാതിരുന്നത് കൊണ്ട് വേറെ മുന്നോട്ട് പോകാൻ വേറെ ഒരു വഴിയും ഇല്ലാത്ത സ്ഥിതിക്ക് രാജിവെച്ച് പോയി എന്ന് വേണമെങ്കിൽ വിശദീകരിച്ച് പറയാം. കാരണം മുന്നോട്ട് പോകാൻ വേറെ വഴി. ആരെങ്കിലും ഈ ഓഫീസിലേക്ക് വന്നിരുന്നോ ഇന്ന്? നിലവിലാരും ഇന്ന് ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് ഈ അമ്മ ഓഫീസിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു. നമ്മൾ ഇവിടുത്തെ സെക്യൂരിറ്റിയുമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇന്ന് ആരും തന്നെ എത്തിയിട്ടില്ലായിരുന്നു. സാധാരണ എന്തെങ്കിലും യോഗങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇവിടെ ആളുകളൊക്കെ എത്താറുണ്ട്. മാത്രമല്ല ഇതിൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളൊക്കെ ഇവിടെ എത്താറുണ്ട്. പക്ഷേ ഇന്ന് ആരും തന്നെ എത്തിയിരുന്നില്ല. മറിച്ച് പ്രത്യേകിച്ച് ഈ ഹേമ കമ്മിറ്റി വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം ഈ സംഘടനയ്ക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്നത് ജഗദീഷായിരുന്നു. ജഗദീഷിൻ്റെ ആ വിമർശനത്തിന് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് കാര്യമായ രീതിയിലുള്ള സ്വീകാര്യത കിട്ടി. അതിന് പിന്നാലെ ഇന്നലെ പൃഥ്വിരാജിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ നിലപാടുകൾ, പൃഥ്വിരാജിൻ്റെ ഭാഗത്തുണ്ടായ പ്രതികരണങ്ങളൊക്കെ തന്നെ സമൂഹത്തിൽ വലിയ രീതിയിലുള്ള സ്വീകാര്യത കിട്ടി. അതിന് പിന്നാലെയാണ് അമ്മ സംഘടന വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലേക്ക് പോയത്. മാത്രമല്ല ഇന്ന് രാവിലെ ഈ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നു. കാരണം ഇനി ഈ മൗനം വച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല. കാരണം സംഘടനയ്ക്കുള്ളിൽ തന്നെ ഇതിനോടകം തന്നെ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഇനി മൗനം തുറന്നു പോയാൽ അത് കാര്യങ്ങളെ കൊണ്ട് വലിയ രീതിയിലുള്ള നമ്മൾ എല്ലാവരും രാജിവെച്ച് പോകേണ്ടി വരുമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. അപ്പോഴാണ് ഈ അമ്മയുടെ പ്രസിഡൻ്റായിട്ടുള്ള മോഹൻലാൽ തന്നെ അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ ഒരു തീരുമാനമെടുക്കാം, ഞാൻ തന്നെ രാജിവെക്കുന്നു, മൊത്തത്തിൽ ഈ സംഘടന തന്നെ പിരിച്ചുവിടാമെന്നൊരു തരത്തിലേക്ക് തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെയാണ് കഴിഞ്ഞ ഒരു അരമണിക്കൂർ മുമ്പ് മോഹൻലാൽ ഇത്തരത്തിലൊരു ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. മോഹൻലാൽ ധാർമ്മികമായി ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നിലവിലെ സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് രാജിവെച്ച് പോകുന്നു എന്നൊരു ധാർമ്മികമായ ഉത്തരവാദിത്തം മോഹൻലാലിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. എന്തായാലും ഇനി ഈ സംഘടന തലപ്പത്തേക്ക് പറഞ്ഞ ഈ കാര്യങ്ങൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്.